വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 26 15 വയസ്സുള്ള പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ചെറിയ കുട്ടിയാണ്. ആരാണ് ഈ കാണാതായ പെൺകുട്ടി? എവിടെയാണ്? എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് കാണാതായത് ബൈജു? അതായത് പൈവളികെ മണ്ടേക്കാപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ 15 വയസ്സുകാരിയായ ശ്രേയയെ കാണാതായിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 12 മുതലാണ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രേയയെ കാണാതായെന്നാണ് ഈ കുടുംബം, അതായത് അച്ഛനും അമ്മയും കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ വീട്ടിൽ ഈ കുട്ടിയെ കാണാനില്ലെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഇതേ ദിവസം തന്നെ പ്രദേശവാസിയായ ഒരു 42കാരനെയും കാണാതായിട്ടുണ്ട്. ഇരുവരുടെയും ലൊക്കേഷൻ ഈ വീടിന് സമീപത്ത് വലിയ കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെയാണ് ഏറ്റവും ഒടുവിലായി ഇവരുടെ ടവർ ലൊക്കേഷൻ ലഭിച്ചത്. 2 ഫോണുണ്ട്, ഈ കുട്ടിയുടെയും അതുപോലെ തന്നെ ഈ 42കാരനെയും. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ആ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത്. പോലീസ് മാത്രമല്ല, അവിടുത്തെ ക്ലബ്ബ് അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാരുണ്ട്. അങ്ങനെ 3 സംഘങ്ങളായി 7 CIമാരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി കൂടുതൽ പോലീസ് എത്തിച്ച്, അതായത് 90 ഏക്കറോളം വരുന്ന ഒരു കാടാണ്. ആ കാടിനകത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അക്വേഷ്യം അതുപോലെ തന്നെ നിരവധി മരങ്ങളുള്ള ഒരു കാട് തന്നെയാണ്. അവിടെ ഏറ്റവും അവസാനമായി ഈ കുട്ടിയുടെ ലൊക്കേഷൻ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് നടത്തുന്നത്. അതായത് പ്രിയേഷ് പ്രഭാവതി ദമ്പതികളുടെ മകളാണ്. ഫെബ്രുവരി 12 കാണാതായിരിക്കുന്നു. അതിനുശേഷം പല സ്ഥലത്തും തെരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ടവർ ലൊക്കേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത്. ഇവിടെ നടത്തുന്ന തെരച്ചിലിൽ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴും 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഏതവസ്ഥയിലായിരിക്കും ഇവരവിടെ ഉണ്ടെങ്കിൽ തന്നെ കിട്ടുക എന്ന കാര്യത്തിൽ പോലീസ് സംശയമുണ്ട്. എന്തായാലും ഈ 42കാരനെയും ഒരേ സമയം കാണാതായിരിക്കുന്നു. അത് മാത്രമല്ല, പുലർച്ചെ ഇവരുടെ ഫോൺ തമ്മിൽ വിളിച്ചതിന്റെ വിശദാംശങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിനും കൂടി അടിസ്ഥാനത്തിലാണ് ഈ 3 അംഗ സംഘമായി പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതായാലും വലിയ തോതിലുള്ള തെരച്ചിൽ നാട്ടുകാർ, അതുപോലെ തന്നെ ക്ലബ്ബ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, പോലീസ് ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഈ നടത്തുന്നത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പൈവളിക. അതുകൊണ്ട് ഈ കുട്ടി കർണാടകത്തിൽ പോയതായ ഒരു സംശയവും കുടുംബം പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാസർഗോഡ് പൈകവളിയിൽ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. 15കാരിയാണ് കാണാതെ. 26 ദിവസമായി പെൺകുട്ടിയെ കാണാനില്ലെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ